കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ രാഷ്ട്രീയ മാതൃക കുടുംബവാഴ്ചയും അഴിമതിയുമാണെന്ന് പ്രധാനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രീണനം വോട്ട് ബാങ്കിന് വേണ്ടിയെന്നും പ്രധാനമന്ത്രി ബാബാ സാഹിബ് അംബേദ്കറെ കോൺഗ്രസ് അപമാനിച്ചെന്നും അദ്ദേഹത്തിന് ഭാരതരത്ന നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം NDAയുടെ വികസന മോഡൽ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. വികസിത ഭാരതമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. पहले के मॉडल में खास करके कांग्रेस के कालखंड में तुष्टीकरण, हर चीज में तुष्टीकरण, यही उनका एक प्रकार से औषधि बन गई थी उनकी राजनीति को करने की। और उन्होंने स्वार्थ नीति, राजनीति, देश नीति सबका एक घोटाला करके रखा हुआ था। तरीका ये होता था कि छोटे तबके को कुछ दे देना और बाकियों को तरसा कर रखना, और जब चुनाव आए तब कहना देखो उनका मिला है, शायद आपको भी मिल जाएगा। और इस प्रकार से झुनझुना बांटते रहना. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, രണ്ടു കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ ഉറക്കെ കേട്ടത് പ്രധാനമായും. ഒന്ന്, കോൺഗ്രസിനെ തുറന്നുകാട്ടൽ. രണ്ട്, വികസിത ഭാരതമെന്ന് അടിവരയിട്ട് ആവർത്തിച്ച് കണക്കുനിരത്തി പറയൽ. ആദ്യം കോൺഗ്രസിനെതിരായ കടന്നാക്രമണത്തെക്കുറിച്ച്. ലോക്സഭയിൽ എന്ന പോലെ ഇന്നിപ്പോൾ രാജ്യസഭയിലും അദ്ദേഹം സംസാരിക്കുന്ന ഘട്ടത്തിൽ ആദ്യം മുതൽ തന്നെ കോൺഗ്രസിനെ, വിശേഷിച്ച് നെഹ്റു കുടുംബത്തെ പരോക്ഷമായി വിമർശിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസിനെ രൂക്ഷ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുന്നുണ്ടായിരുന്നു. അതിൽ കോൺഗ്രസിന്റെ വികസന മാതൃക അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭരണ മാതൃകയെ പറ്റി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ മാതൃക എന്നത് കുടുംബാധിപത്യവും അതുപോലെ തന്നെ ഈ അഴിമതിയുമാണ്. ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലം കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരുന്നു. അന്നൊരു ബദൽ പോലും ഈ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലെല്ലാം അഴിമതിയും അതോടൊപ്പം തന്നെ കുടുംബാധിപത്യവും ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രവർത്തനങ്ങളുമാണ് കോൺഗ്രസ് നടത്തിയിരുന്നത്. പിന്നീട് അതിനൊരു ബദൽ ഉണ്ടാകുന്നത് 2014 ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, ഇന്നിപ്പോൾ BR അംബേദ്കറെ പ്രശംസിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ജയ് ഭീം എന്ന മുദ്രാവാക്യം വിളിക്കുന്ന കോൺഗ്രസ് അവർക്ക് സ്വാധീനമുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം അംബേദ്കറെ അപമാനിക്കുകയാണ് ചെയ്തത്. ഇക്കാര്യം നേരത്തെ തന്നെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ ഒരിക്കൽ കൂടി അംബേദ്കറെ എങ്ങനെയൊക്കെ നെഹ്റുവും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു എന്നതിന്റെ ചരിത്രം അദ്ദേഹം വിശദീകരിച്ചു. അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയതിന്റെ ചരിത്രം, അതുപോലെ തന്നെ ഭാരതരത്ന പോലെയുള്ള ഭാരതത്തിന്റെ ബഹുമതികൾ എങ്ങനെയൊക്കെ അംബേദ്കർക്ക് നൽകാതിരുന്നു, ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം അടിയന്തരാവസ്ഥയുടെ ചരിത്രം ഒരിക്കൽ കൂടി കോൺഗ്രസിന് മുന്നിലേക്ക് പ്രധാനമന്ത്രി ഇട്ടുകൊടുത്തു. കാരണം അടിയന്തരാവസ്ഥയുടെ കാലഘട്ടങ്ങളിൽ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതും കവികളെയും എഴുത്തുകാരെയും ഒക്കെ ജയിലിൽ അടച്ചതും ഒക്കെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. നെഹ്റുവിന്റെ കാലത്ത് ഇത്തരത്തിൽ എഴുത്തുകാർക്കും ഒപ്പം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമൊക്കെ വിലങ്ങുതടി ഏർപ്പെടുത്തിയ ചരിത്രം അദ്ദേഹം വിശദീകരിച്ചു. അങ്ങനെ പൂർണ്ണമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരെങ്ങനെയൊക്കെ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ഭരണഘടനയെ അവഹേളിച്ചു, ഈ ചരിത്രമെല്ലാം ഒരിക്കൽ കൂടി വിശദീകരിക്കുന്ന പ്രസംഗമാണ് ഏതാണ്ട് 1.5 മണിക്കൂർ അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയത്. കൃഷ്ണരാജ്. ഗൗതം, മറുവശത്ത് കഴിഞ്ഞ മോദി ഭരണ കാലയളവിലെ മാറ്റങ്ങൾ, അതുവഴി ഭാരതത്തിനുണ്ടായ വികസനം, അതിനെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. കൃഷ്ണരാജ്, ഒരു ഭാഗത്ത് ഇത്തരത്തിൽ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ, നെഹ്റു കുടുംബത്തെ വിമർശിക്കുമ്പോൾ, മറുഭാഗത്ത് അദ്ദേഹം BJPയുടെ വികസന അല്ലെങ്കിൽ ഭരണ മാതൃകയെ പറ്റി കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതൃക എന്നത്
അഴിമതിയും കുടുംബാധിപത്യവുമാണെങ്കിൽ ബി.ജെ.പിക്ക് അങ്ങനെയല്ല. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യമാണ് ബി.ജെ.പി ഉയർത്തുന്നത്. ഈ മുദ്രാവാക്യം കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ് പ്രധാനമന്ത്രി വിമർശിക്കുന്നത്. അതായത് കോൺഗ്രസ് എപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു വിഭാഗത്തിനൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നു. പ്രീണന രാഷ്ട്രീയമാണ് കോൺഗ്രസ് നടത്തുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രീണന രാഷ്ട്രീയം നടത്തുന്നു. അത് ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ആ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ആകട്ടെ സ്ത്രീ ശാക്തീകരണം, അതോടൊപ്പം തന്നെ SC/ST വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, OBC വിഭാഗത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നടപ്പാക്കിയ പദ്ധതികൾ, ഇതേപ്പറ്റിയെല്ലാം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം 4 കോടി വീടുകൾ സൗജന്യമായി നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമായി വെച്ച് നൽകിയ പ്രധാനമന്ത്രി ആവാസ് യോജന, അതോടൊപ്പം തന്നെ കർഷകർക്ക് വേണ്ടിയുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത്, ഇതൊക്കെ എങ്ങനെയാണ് ഭാരതത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയത്, അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ ഈ പദ്ധതികളൊക്കെ എങ്ങനെ മാറ്റം വരുത്തി എന്നതിനെപ്പറ്റി അദ്ദേഹം ഒരിക്കൽ കൂടി ഇന്നത്തെ രാജ്യസഭയിലെ പ്രസംഗത്തിലും വിശദീകരിച്ചു. 11 വർഷക്കാലമായി രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ എത്രത്തോളം ജനങ്ങൾക്ക് ഗുണകരമായി തീർന്നു എന്നതിനെപ്പറ്റി വിശദീകരിക്കുകയും അങ്ങനെ ഗുണം ചെയ്തത് കൊണ്ടാണ് തനിക്കും ഈ സർക്കാരിനും തുടർച്ചയായ 3ാം തവണയും ജനങ്ങൾ ഭരിക്കുവാനുള്ള അവസരം നൽകിയത് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കൃഷ്ണരാജ്. കോൺഗ്രസിനെ തുറന്നുകാട്ടിയും BJPയുടെ വികസന അജണ്ട ലക്ഷ്യത്തിലെത്തുന്നത് അക്കമിട്ടു നിരത്തിയും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയവേ പ്രധാനമന്ത്രി രാജ്യസഭയിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായൺ.